ശ്രീ എസ് കെ സജീഷ് അഴിമതിയും പ്രീണനവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കൃത്യമായ ഒരു ഭൂരിപക്ഷം ഒരു കൊലീഷൻ ആകാം, പക്ഷെ അതിന് നയിക്കുന്ന പാർട്ടിക്ക് വേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അധികാര അമിത പ്രയോഗത്തിന് മുതിരുകയാണ് എങ്കിൽ തന്നെ ആ സർക്കാരിനെ അത് അസ്ഥിരപ്പെടുത്തില്ല എന്ന ഉറപ്പുണ്ടാവുകയാണെങ്കിൽ മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ഈ പ്രതിപക്ഷ ചേരി എന്ന് പറഞ്ഞുകൊണ്ട് വിരുദ്ധ താല്പര്യങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് ഈ പ്രതിപക്ഷ ചേരി എന്ന് സമർത്ഥിക്കാൻ കഴിയും ബി ജെ പിക്ക്. പല വിഷയങ്ങളിൽ അത് പ്രകടമാക്കപ്പെടുന്നുമുണ്ട് ദിനേന എന്ന വണ്ണം. എങ്ങനെ ബി ജെ പിയെ പോലെ ഒരു പാർട്ടിയോട് മുട്ടി നിൽക്കാൻ കഴിയും 2024? ജനാധിപത്യത്തിലെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അഴിമതിയും അതുപോലെ തന്നെ മറ്റ് ഭരണപരമായ പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതിന് നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിനകത്ത് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനം, എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം, ജുഡീഷ്യറിയുടെ പ്രവർത്തനം. ഈ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായും കൃത്യമായിട്ടുമാണ് നടക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും, അഴിമതിയും മറ്റു കാര്യങ്ങളും തടയപ്പെടും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അഴിമതിയില്ലാത്ത രാജ്യമാണോ ഇന്ത്യ? ഇവിടെ എന്താണ് നമ്മൾ തമാശയാണോ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി ഭരണരംഗത്ത് നടക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല. പാർലമെൻറ്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണല്ലോ. അദാനി രാജാണല്ലോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, സീപോർട്ടുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത് മുഴുവൻ അദാനിക്ക് വീതം വെക്കുമ്പോൾ അദാനിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി ഖനികൾ വാങ്ങാൻ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ബാങ്കുകളുടെ പണം എത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അഴിമതിയുടെ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ക്രോണി ക്യാപിറ്റലിസ്റ്റിൻ്റെ കാലത്ത് 3 പേർ ചേർന്നുള്ള ഈ ചങ്ങാത്ത മുതലാളിത്തം അതിലൂടെ വളരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുതിരക്കച്ചവടത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് കോയിലേഷൻ ഗവൺമെൻറ്റുകളെക്കുറിച്ച് പറയുന്നത്. എന്ത് അവകാശമാണ് ഇവർക്ക് പറയാനുള്ളത്? നമ്മൾ നോക്കൂ, ഈ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ കമല എന്ന ഓമന പേരിട്ടുകൊണ്ട് പഴയ കുതിര കച്ചവടം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പണം ഉപയോഗിച്ച് MLA-മാരെയും MP-മാരെയും വാങ്ങിക്കുന്നു. ഇതല്ലേ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇവിടെ മോദി അവകാശവാദം ഉന്നയിക്കുന്നു. മോദിയേക്കാൾ വലിയ അവകാശവാദമായിരുന്നു നേരത്തെ അടൽ ബിഹാരി വാജ്പേയി ഉന്നയിച്ചത്. ഇന്ത്യ ഈസ് ഷൈനിങ് എന്നാണ് പറഞ്ഞത്, ഇന്ത്യ തിളങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തിളങ്ങുന്ന ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ കുറച്ച് സാരികൾ വെറുതെ കൊടുത്തപ്പോൾ 100 സാരികൾ വെറുതെ കൊടുത്തപ്പോൾ 100-ലധികം പേർ തിക്കിലും തിരക്കിലും മരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു തിളങ്ങുന്ന ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. GDP-യിലെയോ അല്ലെങ്കിൽ മറ്റ് കണക്കുകളോ കാണിക്കുന്നത് അദാനിയെയും അംബാനിയെയും ചേർത്തുകൊണ്ടാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111-ാം സ്ഥാനത്താണ്. പട്ടിണിയും ദാരിദ്ര്യവും പെരുകുകയാണ്, തൊഴിലില്ലായ്മ പെരുകുകയാണ്, തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇവരുടെ അജണ്ട എന്തുമാത്രമാണ്? ഈ രാജ്യത്തെ പ്രധാന വിഷയങ്ങളായി അവർ തെരഞ്ഞെടുപ്പിലും മറ്റും അവതരിപ്പിക്കുന്നത് വർഗീയത മാത്രമാണ്. വർഗീയപരമായി ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ തന്നെ കാശ്മീരിൻ്റെ വിഷയവും അപ്പോൾ രാമക്ഷേത്ര വിഷയവും എല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ രാജ്യത്തെ പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, മറ്റു പ്രതിസന്ധികൾ, വിലക്കയറ്റം, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന ഗൗരവകരമായ കാര്യം കാണേണ്ടതുണ്ട്. ഒന്നാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്, ഇവർക്ക് ഭയമാണ്, ഇന്ത്യയെ ഭയമാണ്, യഥാർത്ഥ ഇന്ത്യയെ ഭയമാണ്. അത് ബ്രിട്ടീഷുകാരെ പോലെ തന്നെയാണ്. 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരം എല്ലാവരും ഒത്തുചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് ശേഷമാണല്ലോ ഈ രാജ്യത്ത് പിന്നീട് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന, രാജ്യം ഒരുമിച്ച് നിൽക്കരുത് എന്ന തന്ത്രം ആവിഷ്കരിക്കുന്നത്. ആ ഭിന്നിപ്പിച്ചു ഭരിക്കലിൻ്റെ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുകയാണ് BJP എന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥ ഇന്ത്യയായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ
വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ആചാരാനുഷ്ഠാനങ്ങളുള്ളവർ, മതവിശ്വാസങ്ങളുള്ളവർ, വേഷവിധാനങ്ങൾ വ്യത്യാസമുള്ളവർ, വിവിധ ഭക്ഷണശൈലിയുള്ളവർ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇന്ത്യയായി ഒത്തുചേരും. അങ്ങനെ ഒത്തുചേർന്നപ്പോൾ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുകയും ബ്രിട്ടീഷുകാർ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വർത്തമാനകാലവും ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഉണ്ടാവാനാണ്. ഫെഡറലിസം ഉയർത്തിപ്പിടിക്കുന്ന, വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയാണ്. ആ സംവിധാനം ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമാകും. ഇവിടെ കോയിലേഷൻ ഗവൺമെൻറ്റുകളെ കുറ്റം പറയുമ്പോൾ ഇവരെത്ര കോയിലേഷൻ ഗവൺമെൻറ്റുകളെയാണ് ഈ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എണ്ണമൊന്നും ഏറെയൊന്നും പറയുന്നില്ല. മഹാരാഷ്ട്രയിൽ കോയിലേഷൻ ഗവൺമെൻറ് അല്ലേ, അപ്പുറത്ത് മണിപ്പൂരിലല്ലേ, ഇവിടെയൊക്കെ കക്ഷികൾ ചേർന്നുകൊണ്ടല്ലേ ഭരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ BJP എന്നുള്ള നിലക്കാണോ, NDA എന്നുള്ള നിലക്കല്ലേ, ഇതിൽ കൂടുതൽ പാർട്ടികൾ അതില്ലേ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഭയമാണ് ഇവർക്ക് ഡാറ്റയെ ഭയമാണ്. ഇവിടെ പറഞ്ഞ ഡാറ്റകളെല്ലാം കളവാണ്. അടുത്ത റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ രാജ്യത്ത് ഡാറ്റകൾ പുറത്തു കൊണ്ടുവരുന്ന എല്ലാ സംവിധാനങ്ങളെയും നിശ്ചലമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഡാറ്റകളെയും പുറത്തു നിർത്തിക്കൊണ്ട് തെറ്റായ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് കുറേ വില കൊടുത്ത് വാങ്ങിയ മാധ്യമങ്ങൾ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. അത് ഇന്ത്യയായി മാറും എന്ന് നമ്മൾ കാണാം.